മാല ഇങ്ങോട്ട് എടുത്തേ. ഈ മാല ഇവര് ഇവിടുന്ന് പർച്ചേസ് ചെയ്താണോ? അതെ സാർ. കേട്ടല്ലോ. ബില്ല് എമൗണ്ട് എത്ര? 1,32,560. ഈ മാല എടുത്ത് നിന്റെ മുതലാളിയുടെ ഭണ്ഡാരത്തിലെടുത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ കാശ് ഒരു അണ്ണാ പൈസ തെറ്റില്ലാതെ എണ്ണി കൊടുക്ക്. സാർ അതിപ്പോ MD ആയിട്ട് ഡിസ്കസ് ചെയ്ത് MD ഒരു കോപ്പില്ല. ഇപ്പൊ ഇവിടെ വെച്ച സെറ്റിൽമെന്റ് അല്ല സാർ. സാർ ഇവിടെയുള്ള ക്യാഷൊക്കെ ബാങ്കിലേക്ക് പോയി. കാശ് വേണ്ട ചെക്ക് മതി. സാർ ശരി സാർ, ഇപ്പൊ എടുക്കാം. ക്യാഷ് ചെക്ക്. പേര് പറഞ്ഞു കൊടുക്ക. പേര് CK രാധാമണി. സാർ അങ്ങോട്ട് വിട്. നാളെ ബാങ്കിലെ ക്യാഷ് ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ സ്റ്റേഷനിൽ ഒന്ന് മാല വാങ്ങിക്കും. ഈ നീതി എന്ന് പറഞ്ഞ സാധനം ഒരുത്തന്റെ ഔദാര്യമല്ലടാ, അവകാശമാണ്. അർഹതപ്പെട്ടവന് അത് കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണ കാലം അത്. പിന്നെ നാളെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഷോ കാണിക്കാൻ നിന്നാ നിന്റെ മുതലാളിയുടെ 64 ബ്രാഞ്ച് ഞാൻ പൂട്ടിക്കും. ശരിക്കും നമുക്കൊരു കേസിന് പോവായിരുന്നു. നമ്മുടെ ഭാഗം ഭയങ്കര സ്ട്രോങ് അല്ലേ? ഞാനും അത് ആലോചിച്ചാണ് ചേട്ടാ. അവരോട് പറഞ്ഞതുവാ. പിന്നെ കേസും കോടതിയൊക്കെ ആയിട്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ച. എടോ താനല്ലേ എൻ്റെ ഇന്ന് ബില്ല് മേടിച്ച്? നന്നായി വരോടോ. അപ്പോ മോളെ ഡിസ്ചാർജ് ചെയ്താ? ഇല്ല സാർ, ഈ പൈസ കൊണ്ട് കൊടുത്തിട്ട് വേണം. ഏത് ഹോസ്പിറ്റലാ? CT ഹോസ്പിറ്റൽ. ഒരു ഓട്ടോ വിളിച്ച് ഇവരെ അങ്ങോട്ട് വിട്ടെ. ശരി ശരി. സാറേ ഇവനെ ഇവിടെ വാടാ. എന്താണിത്? ബൈന്നെടുത്തതാ, വണ്ടിക്കൂലി. പറഞ്ഞു വിട്ടേരാ ചേട്ടാ. ഞാൻ വിളിക്കാം സാർ. നടക്ക്. എല്ലാം കിടന്ന് നനഞ്ഞു. ഇത് നേരത്തെ ചെയ്തുകൂടായിരുന്നോ? ഇനിയിപ്പോ പതപ്പിച്ചിട്ട് എന്തിനാ? മഴ പെയ്യണവരും കാപ്പി എല്ലാം കിടന്ന് നട്ടു.